നമസ്കാരം. ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. SIT എങ്ങനെയാണ് തന്ത്രിയെ കുടുക്കിയത്? അറസ്റ്റ് മണത്ത് ഇതിന് മുന്നേ തന്നെ തന്ത്രി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അനവധിയായിരുന്നു. ഒരു ഘട്ടത്തിൽ താൻ അകത്താകുമെന്ന് തന്ത്രി ഏറെ ഭയപ്പെട്ടിരുന്നു. അന്നും അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് പോകുന്നുവെന്ന് തന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് കൃത്യമായി അക്കമിട്ട് തെളിവുകൾ നിരത്തി ഇന്ന് പൂട്ടിയിരിക്കുന്നു. ഒട്ടും തന്നെ തന്ത്രിക്കൊരു പ്രതീക്ഷയുടെ കണിക പോലും നൽകാതെ, എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം താൻ പിടിക്കപ്പെടും, തൻ്റെ മുന്നിലേക്ക് SIT എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടെ ആയിരുന്നു കണ്ഠരര് രാജീവർ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും അവിടെ കരുത്തനാക്കിയതും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും തന്ത്രിയായിരുന്നു. ആ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത് SIT കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. കാരണം ED സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുന്നു. CBIയോട് ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ BJP നേതാക്കൾ ഹർജിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അടക്കം കോടതിയിൽ ഹർജി സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. SITയുടെ കൊക്കിൽ ഒതുങ്ങാത്ത പല വിവരങ്ങളും പുറത്തു വരണമെങ്കിൽ അത് CBI അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഈ സാഹചര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. തന്ത്രിയെ കുരുക്കിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുത്ത മൊഴിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. മനസ്സിൽ ആരാധിച്ചിരുന്ന, വിഗ്രഹത്തിന് തുല്യം കണ്ടിരുന്ന പലരും ഇതിൽ പ്രതികളായി മാറുമെന്ന് പത്മകുമാർ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിപട്ടികയിലുള്ളവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നൊരു കാഴ്ചയായിരുന്നു തുടക്കത്തിൽ കണ്ടത്. എന്നാൽ തന്ത്രിയിൽ തുടങ്ങി ഇനി മന്ത്രിയിൽ വരെ അവസാനിക്കുന്ന രീതിയിൽ അന്വേഷണം പോകുമെന്നാണ് ഈ ദിശയിലൂടെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. കാര്യങ്ങളാകെ മാറി മറിയുന്നു. പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം കുതിക്കുന്നു. കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത രീതിയിലേക്ക് SITക്ക് കൂടുതൽ അധികാരങ്ങൾ ഹൈക്കോടതി നൽകിയതാണോ ഇതിന് പിന്നിൽ? ശരിയാണ്, വ്യക്തമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആർക്ക് മുന്നിലും തലകുനിക്കേണ്ട എന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SITക്ക് ഇത്രയും വലിയൊരു കടമ്പ ചാടിക്കിടക്കാൻ കഴിഞ്ഞത്. SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഒരുപക്ഷെ നേരത്തെ പ്രചരിച്ചിരുന്നെങ്കിൽ വിശ്വാസ സമൂഹത്തിനിടയിൽ തന്നെ പല രീതിയിൽ വാർത്തകൾ ഉണ്ടായേനെ, തെറ്റായ ഒരു സന്ദേശം നൽകിയിരുന്നേനെ. എന്നാൽ ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ചോദ്യം ചെയ്തിരിക്കുന്നു, വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേസിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ഠരര് രാജീവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. ഹൈക്കോടതിയിൽ SIT കൊടുത്ത വെളിപ്പെടുത്തലാണ് തന്ത്രിയെ കൂടുതൽ ജാഗ്രതയിലാക്കിയത്. ഈ കേസ് അന്വേഷണം തുടക്കം മുതൽ ഈ ഘട്ടം വരെ വ്യക്തമായി തന്നെ തന്ത്രി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കോണിൽ തനിക്കെതിരെ ഒരു നീക്കം നടക്കുമോ എന്ന് തന്ത്രി ഭയപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണ സംഘം മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ മാറ്റി. അതായത് ഈ വിവരം പുറത്തു പോയാൽ തന്ത്രി രക്ഷപ്പെടാനുള്ള വഴി കൃത്യമായി തേടും. എന്തിനേറെ പറയുന്നു, മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതി വരെ കയറിയിറങ്ങാൻ തയ്യാറാകും. എന്നാൽ അതിനുള്ള അവസരം നൽകാതെ തന്ത്രിയെ വെറുതെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് മാത്രം വിളിച്ചു വരുത്തുന്നു. തന്ത്രിയെ പ്രതി ചേർക്കാനായുള്ള ഉദ്ദേശമൊന്നും തന്നെ SITക്കില്ല. ഇനിയിപ്പോൾ തന്ത്രിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ മാപ്പ് സാക്ഷിയാക്കാം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ഒരു നിർദ്ദേശത്തിലാകട്ടെ, ആ ഒരു കെണിയിലാകട്ടെ തന്ത്രിയും വീണു. SIT മനഃപൂർവ്വമായിരുന്നു ഈ നീക്കങ്ങൾ ഇത്രയധികം തന്ത്രിയിലേക്ക് എത്തുന്ന ദൂരം വൈകിപ്പിച്ചത്. ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് എത്തിച്ചതും അതുതന്നെയാണ്. കാരണം ഒരുപക്ഷെ നേരത്തെ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അതിനുശേഷം വിട്ടയക്കുകയും ചെയ്താൽ മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തന്ത്രി ഒരുപക്ഷെ കോടതിയെ സമീപിച്ചേക്കും. ഈ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേക്കും. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഒരുപക്ഷെ നടന്നേക്കും. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അതുകൊണ്ട് കൃത്യമായി ജാഗ്രതയോടെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ SIT ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ആദ്യം ചോദ്യം ചെയ്തു, തിരുവനന്തപുരത്ത് എത്തിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അറസ്റ്റ്. പോറ്റി എങ്ങനെയാണ് ഇത്രയും കരുത്തനായത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളർത്തിയതും പോറ്റിയതും അത് തന്ത്രി തന്നെയാണ്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ ആർക്കാണ് പങ്കെന്ന് ചോദിച്ചാൽ അതൊരാൾക്ക് മാത്രമാണ്. അത് കണ്ഠരര് രാജീവർക്ക് തന്നെയാണ്. അന്വേഷണത്തിലൂടെ അത് SIT കണ്ടെത്തി കഴിഞ്ഞു. പോറ്റി ശാന്തിക്കാരനായി ഇതിനു മുൻപ് ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠരര് രാജീവരായിരുന്നു. അന്നു മുതൽ ഉണ്ടായിരുന്ന ബന്ധം, ആ ബന്ധമാണ് കീഴ്ശാന്തിയുടെ പരികർമ്മിയായി പോറ്റിയെ ശബരിമലയിൽ നിയമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി അന്വേഷണം ഒരുപക്ഷെ ഈ ബംഗളൂരുവിലെ ക്ഷേത്രത്തിലേക്ക് അടക്കം പോകേണ്ടി വരും. കാരണം
അവിടെയും ഏതെങ്കിലും സ്വർണ്ണപ്പാളികളോ വിഗ്രഹമോ പഴയ ചെമ്പുതകിടോ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കേണ്ടതാണ്. കർണാടക സർക്കാരുമായി സഹകരിച്ച് ഒരുപക്ഷെ ഇനി അന്വേഷണം നടത്തേണ്ടി വരുമായിരിക്കും. അത്രയധികം നാറിയ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലവിധ ഭാഷകൾ അറിയുന്ന ഈ പോറ്റി എന്ന കൊടുങ്കള്ളൻ ശബരിമലയിലെത്തിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ധനികരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു ഘട്ടത്തിൽ ആരോപണ വിധേയനായ പോറ്റിയാകട്ടെ ശബരിമലയിൽ നിന്ന് പോയെങ്കിൽ പോലും തന്ത്രി ഇടപെടൽ നടത്തി ഇദ്ദേഹം സ്പോൺസർ എന്ന പേരിൽ കൂടുതൽ കരുത്താർജിച്ച് വീണ്ടും ശബരിമലയിൽ തിരിച്ചെത്തി. ശബരിമലയ്ക്ക് വേണ്ട ഭക്തരെ സ്പോൺസർഷിപ്പിൻ്റെ ഇടനിലക്കാരെന്ന രീതിയിൽ തന്ത്രി പ്രവർത്തിച്ചു. ശബരിമലയിൽ തന്ത്രിയുടെ വാക്കിന് വലിയ വിലയുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം. അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് തന്ത്രി എന്നല്ലാതെ ആരും ഒന്നും പറയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെയുള്ള ഭക്തർ തന്ത്രിയെ കാണാനായി പ്രത്യേകം അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നത് നമ്മളേവരും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ തന്ത്രിയെ നേരിട്ട് കണ്ടാൽ അത് അയ്യപ്പനെ കണ്ടതുപോലെ എന്ന് പലരും വിശ്വസിക്കാറുണ്ട്. ഈ ഒരു സാധ്യത തന്നെയാണ് പോറ്റി പരമാവധി ഉപയോഗപ്പെടുത്തിയതും അതിന് തന്ത്രി നിന്നുകൊടുത്തത്. പൂജാവിധികളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ തന്ത്രി തന്നെയാണ് പറയുന്നതാണ് അവസാന വാക്ക്. സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതിന് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നെന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് പറഞ്ഞത്. പ്രശാന്ത് വെറുതെ പറഞ്ഞതല്ല, അതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. എങ്ങനെ പോറ്റി അതിശക്തനായി എന്ന് ചോദിച്ചാൽ തന്ത്രിയുടെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നാണ് പത്മകുമാർ മൊഴി കൊടുത്തത്. സന്നിധാനത്ത് പോറ്റിയായിരുന്നു തന്ത്രിയേക്കാൾ ഒരു ഘട്ടത്തിൽ പവർ ഉണ്ടായിരുന്നയാൾ. പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്ന് പത്മകുമാർ പറയുന്നു. തന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് തന്ത്രിയെ വിശ്വസിച്ച് പോറ്റിയുമായി അടുത്തു. അതല്ലാതെ തനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു, തനിക്കല്ലാതെ ഒരു പരിചയമില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. ഈ കണ്ടതൊന്നുമല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇനിയും ഇതിനപ്പുറത്തേക്കും പല വിവരങ്ങൾ പുറത്തു വരാനായിട്ടുണ്ട്. തന്ത്രിയോട് പോറ്റിക്ക് 20 വർഷക്കാലമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. 1-2 വർഷമല്ല. ഈ ബന്ധമാണ് സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള സ്പോൺസർഷിപ്പ് ഇടപാടുകളിലേക്ക് വഴിമാറിയത്. അന്വേഷണ സംഘം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണം സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്ന ചെറിയ അറ്റകുറ്റപ്പണികൾ അത് പൂർത്തീകരിക്കാൻ എന്തിന് പുറത്തെത്തിച്ചു? പത്മകുമാറിൻ്റെ മറുപടി ഈ ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു: സന്നിധാനത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ ചെയ്യാൻ സൗകര്യമില്ല, അതുകൊണ്ട് ശബരിമല മാനുവൽ ലംഘിക്കേണ്ടി വന്നു. കൊണ്ടുപോകാനുള്ള അനുമതി കിട്ടി. അളവും തൂക്കവും കൃത്യമായി രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെയാണ് പത്മകുമാർ പറയുന്നത്. എന്നാൽ ആ പഴുതുപയോഗിച്ചുകൊണ്ട് സ്വർണം കടത്താൻ അവിടെ നീക്കം നടത്തുകയായിരുന്നു. തന്ത്രി കൊടുത്ത അനുമതികളിൽ 3 ഏറെ സംശയാസ്പദമാണ്. നേരത്തെ പറഞ്ഞ സൂചനകളിൽ 3 SITയുടെ റിപ്പോർട്ടിലുള്ളതും ഇക്കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണെന്ന കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാർ പറഞ്ഞതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇന്ന് രാവിലെ തന്ത്രിയെ എങ്ങനെ കുടുക്കാമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചു. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലും തന്ത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തന്ത്രി അന്നൊന്ന് ഭയപ്പെട്ടതായിരുന്നു. പക്ഷേ തന്ത്രിയെ ഭയപ്പെടുത്താതെ, ഒരു സൂചനയും നൽകാതെ പിന്നീട് 2 മാസം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ക്ഷേത്രത്തിലെ സ്ഥാപനജംഗമ വസ്തുക്കളുടെ ആ സ്വത്തിൻ്റെ ചുമതലയൊക്കെ ദേവസ്വം ബോർഡിനാണെന്നും ദേവസ്വം ഉദ്യോഗസ്ഥരായിരിക്കും ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതെന്നാണ് തന്ത്രി അന്ന് പറഞ്ഞത്. പാളികളുടെ അറ്റകുറ്റപ്പണിക്കായി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് അപേക്ഷിച്ചപ്പോൾ അതിനുള്ള അനുമതിയും ദേവന്റെ അനുജ്ഞയും നൽകുകയായിരുന്നു തൻ്റെ ദൗത്യമെന്നാണ് തന്ത്രി പറഞ്ഞത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നടന്ന വിഷയങ്ങളിൽ തനിക്കൊരു ബന്ധമില്ല എന്ന് തന്ത്രി അന്നേ കൈയൊഴിഞ്ഞിരുന്നു. അവിടെ തന്നെ അന്വേഷണ സംഘത്തിന് കൃത്യമായി സംശയം തോന്നിയിരുന്നു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കിയുടെ നിറം മങ്ങിയതുകൊണ്ട് നവീകരിക്കാമെന്നാണ് അനുമതിയിൽ പറഞ്ഞതായി തന്ത്രി പറയുന്നത്. എന്നാൽ തന്ത്രിയെ കുരുക്കിയ ചില തന്ത്രങ്ങളും അതിനിടയിലുണ്ടായിരുന്നു. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ അല്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. SIT പറയുന്നതനുസരിച്ച് തന്ത്രിയുടെ പങ്ക് കണ്ടെത്താൻ ഒരു ഗവേഷണം തന്നെ അവർ നടത്തി. തന്ത്രിക്കെതിരെ തെളിവുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നിയമപരമായി എങ്ങനെ കേസിൽ ഉൾപ്പെടുത്തും, ഈ ഒരു ചോദ്യമായിരുന്നു SITയെ ഏറെ അലട്ടിയത്. ഇനി തന്ത്രിയെ ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സമൂഹത്തിനിടയിൽ കൊടുക്കുന്ന സന്ദേശം, ഭക്തർ ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്? ഉന്നത സ്ഥലത്ത് നിന്നും പലതരത്തിലുള്ള സമ്മർദ്ദം തങ്ങൾക്ക് മേലിൽ ഉണ്ടാകില്ലേ? കൃത്യമായ തെളിവില്ലാതെ ഒരു ഘട്ടത്തിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. തന്ത്രിക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹവും അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന കണ്ടെത്തലാണ് ഈ അറസ്റ്റിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് തന്നെയാണ് ഇനി EDയുടെ മുന്നിലേക്കും എത്തിക്കുന്നത്. ഹൈക്കോടതി ഈ അടുത്ത് കേസ് പരിഗണിച്ചപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന സൂചന SIT കൊടുത്തു. അങ്ങനെ ഹൈക്കോടതിയുടെ പൂർണ്ണ അനുഗ്രഹ ആശീർവാദം. അതോടെ തന്ത്രി താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കി അഭിഭാഷകരെ അടക്കം നേരത്തെ ബന്ധപ്പെട്ടിരുന്നു. ചാടിക്കയറി ഒരു അറസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് പാളിപ്പോകും. വളരെ എളുപ്പത്തിൽ തന്ത്രി ഊരിപ്പോകും.
പകരം പഴുതടച്ചുള്ളൊരു നീക്കം അതുതന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. പല ദിക്കിൽ പല രീതിയിൽ തെളിവുകൾ ശേഖരിച്ചും മൊഴി ശേഖരിച്ചും മുന്നോട്ട് പോയി. സാക്ഷിയാക്കുമെന്ന രീതിയിലായിരുന്നു SIT തന്ത്രിയെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ, അതുകൊണ്ട് അന്വേഷണവുമായി പരമാവധി സഹകരിക്കണമെന്ന അഭ്യർത്ഥനയായി. തന്ത്രി അത് വിശ്വസിച്ചു. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിൽ നിന്നും തന്ത്രി പിൻവലിഞ്ഞു. താൻ രക്ഷപ്പെട്ടുവെന്ന ഒരു ചിന്ത തന്ത്രിയുടെ മനസ്സിൽ അന്വേഷണ സംഘം തന്നെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. അന്ന് തന്ത്രിയിലേക്കുള്ള അന്വേഷണത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം SIT അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ എല്ലാ പിന്തുണയോടും കൂടി നടക്കുന്ന ഒരു വിഷയമായിരുന്നു. തന്ത്രിയും കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു. തന്നെക്കുറിച്ചൊരു പരാമർശവും വരുന്നില്ല, തന്നിലേക്ക് അന്വേഷണം വരുന്നില്ല, അതുകൊണ്ട് താൻ ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല എന്ന് കരുതി. അതുകൊണ്ടാണ് ഇന്ന് മൊഴി കൊടുക്കാൻ ധൈര്യപൂർവ്വം എത്തിച്ചത്. ആറ്റിങ്ങലിലുള്ളൊരു കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചോദ്യം ചെയ്യൽ. പിന്നീട് ഈഞ്ചയ്ക്കലിലേക്ക് കൊണ്ടുവന്നു. കൊല്ലത്ത് ജഡ്ജിയുടെ ചേംബറിൽ ഇന്ന് തന്നെ അദ്ദേഹത്തെ ഹാജരാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് നടത്തിയത്. റിമാൻഡ് റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വന്നാലാണ് കൂടുതൽ വിവരങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുത്താലും ഇതേ ദിശയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഒരു തരത്തിലും SITയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് നാളെ പറയാനിടയുണ്ടാകരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുമെന്ന കാര്യവും SITക്ക് അറിയാം. പരിമിതിയുടെ കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ SIT അന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്ന് CBI അടക്കം പറയേണ്ടി വരും. അതിനുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് SIT ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻ മന്ത്രിമാരുമായും രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള പലരുമായും ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ പറയുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് പോറ്റി പറഞ്ഞുവെന്നാണ് പത്മകുമാർ തന്നെ SIT അറിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇനി അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത ഇൻസൈറ്റ്.